വീട് വെക്കാൻ പോകുന്നവരാണോ നിങ്ങൾ വീട് വെക്കാൻ നേരത്ത് നിങ്ങളുടെ കോൺട്രാക്ടറിനോ അല്ലെങ്കിൽ നിങ്ങളുടെ പണിക്കാർക്കോ ചിലപ്പോൾ തെറ്റ് പറ്റിയേക്കാം. എങ്കിലും നിങ്ങൾക്ക് തെറ്റ് പറ്റാതിരിക്കാൻ ഒരു ടിപ്പാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോണത്. റീസെൻ്റ്ലി എൻ്റെ ജൂനിയറായിട്ട് പഠിച്ച സുഹൃത്തിൻ്റെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ വീടിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ പ്ലിന്ത് ബീമിൽ വന്ന കുറച്ച് മിസ്റ്റേക്കുകൾ ഞാൻ ഫോട്ടോസ് ഇവിടെ കൊടുത്തേക്കാം. അപ്പം ആ മിസ്റ്റേക്കുകളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോണത്. പ്ലിന്ത് ബീമിൻ്റെ സ്റ്റിറപ്പ് ചെയ്യാൻ നേരത്ത് എപ്പോഴും സ്റ്റിറപ്പിൻ്റെ ഈ എൻഡ് ഇതുപോലെ ഹുക്ക് ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇതിങ്ങനെ ബാറോട്ട് പോകാൻ നേരത്ത് വിട്ടു പോകാതിരിക്കത്തുള്ളൂ. അപ്പം മസ്റ്റായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇങ്ങനെ സ്റ്റിറപ്പ് വളയ്ക്കുമ്പോൾ ചെയ്യേണ്ട കാര്യം. അത് മാത്രമല്ല, ഇപ്പം ഫസ്റ്റത്തെ സ്റ്റിറപ്പിന് ജോയിൻറ്റ് ഇവിടെയാണ് വരുന്നതെങ്കിൽ അടുത്ത സ്റ്റിറപ്പിന് ജോയിൻറ്റ് തിരിച്ചു വരണം. അപ്പോൾ അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് ഈ ജോയിൻറ്റുകൾ ഒരേ സ്ഥലത്ത് വരാതെ നമ്മൾ എപ്പോഴും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. രണ്ടാമതായിട്ട് ഈ പടത്തിൽ കാണുന്ന പോലെ വെറുതെ കോർണേഴ്സിൽ വന്നിട്ട് ബാറ് ഇങ്ങനെ ജസ്റ്റ് വന്ന് ഇങ്ങനെ നിൽക്കരുത്. ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ബെൻഡിങ് മൂവ്മെൻറ്റ് ഉണ്ടാകുന്നിടത്ത് ഈ ബാറ് വിട്ടുപോകും. അപ്പോൾ അങ്ങനെ വിട്ടുപോകാതിരിക്കാനായിട്ട് നമ്മൾ എപ്പോഴും ബാറിൻ്റെ എൻഡ്, അതായത് ഡെവലപ്മെൻറ്റ് ലെങ്ത് ഇങ്ങനെ ഇതുപോലെ ഉണ്ടാവണം. ആങ്കറേജ് കൊടുത്ത് വേണം നമ്മൾ നിർത്താൻ. അപ്പോൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലോഡ് വന്നാലും ഈ ബാറ് വിട്ടുപോകാതിരിക്കത്തുള്ളൂ. നമ്മളിവിടെ അത് വളരെ ക്ലിയർ ആയിട്ട് നമ്മുടെ സൈഡിൽ ചെയ്തിട്ടുണ്ട്. ബാറ് വന്നു ഇതുപോലെ എല്ലൊടിച്ച് ഇതിൽ ഹുക്ക് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരിക്കലും അവിടെ ലോഡ് വന്നാൽ കൂടി ഇവിടുന്ന് ഇത് തമ്മിൽ ഹുക്ക് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ വിട്ടു കൊടുക്കത്തില്ല. അപ്പോൾ കോർണേഴ്സിൽ ഒരിക്കലും ഒരു സെറ്റിൽമെൻറ്റ് ഉണ്ടായാലും നമുക്ക് ക്രാക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാകും. അപ്പം ഇങ്ങനെ വേണം നമ്മുടെ എല്ലാ വർക്കിലും പ്ലിന്ത് ബീമിൻ്റെ കമ്പികൾ ചെയ്യാൻ നേരത്ത് ശ്രദ്ധിക്കേണ്ടത്. ഈ സ്ക്രീനിൽ കാണുന്ന പോലെ നമ്മുടെ കോളത്തിൻ്റെ പുറത്തല്ല പ്ലിന്ത് ബീമിൻ്റെ കമ്പികൾ വന്നിട്ട് റെസ്റ്റ് ചെയ്യേണ്ടത്. ഇതുപോലെ നമ്മുടെ പ്ലിന്ത് ബീമിൻ്റെ കമ്പികൾ കോളത്തിൻ്റെ ഉള്ളിൽ ക്രാങ്ക് ചെയ്ത് അകത്തോട്ട് വന്നിട്ട് വേണം റെസ്റ്റ് ചെയ്യാൻ. എങ്കിൽ മാത്രമേ ഈ ബീമിൻ്റെ ലോഡ് കറക്റ്റായിട്ട് ഈ കോളം എടുക്കത്തുള്ളൂ. അല്ലാണ്ട് 2 ബാർ മാത്രം അകത്തോട്ട് കയറിയും 2 ബാർ പുറത്തിടുകയും ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും പൂർണ്ണമായിട്ടും ഈ പ്ലിന്ത് ബീം നിങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ഗുണം ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ കോളത്തിൻ്റെ കമ്പികൾ ഒരേ ലെവലിൽ വെച്ച് ഒരു കാരണവശാലും കട്ട് ചെയ്യരുത്. ഇതുപോലെ പക്ഷേ 4 കമ്പിയാണ് കോളത്തിലെങ്കിൽ 2 കമ്പി പൊക്കത്തിലും 2 കമ്പി താഴ്ത്തി, അതായത് 2 ജോയിൻറ്റുകൾ തമ്മിൽ എപ്പോഴും ഡിഫറൻസ് ഉണ്ടാകണം. ഒരേ സ്ഥലത്ത് നമ്മൾ ലാപ്പിംഗ് കൊടുക്കുകയാണെങ്കിൽ ബക്ലിംഗ് ഉണ്ടാവും, കോളം അവിടെ വെച്ച് ഒടിഞ്ഞു പോകും. അപ്പം എപ്പോഴും നമ്മൾ കമ്പിയുടെ ലാപ്പിംഗ് എന്ന് പറയുന്നത് 50D ആണ്, അതായത് 50 ഇൻറ്റു ഡയമീറ്റർ ഓഫ് ദ ബാർ. അപ്പം ആ ഒരു ഡിസ്റ്റൻസിന് താഴെ ആയിരിക്കണം അടുത്ത 2 ലാപ്പിംഗ് വരാനായിട്ട്. ഒരു കാരണവശാലും ഒരേ ലെവലിൽ വെച്ചിട്ട് കോളത്തിൻ്റെ കമ്പികൾ ലാപ്പ് ചെയ്യാൻ പാടില്ല. പ്ലിന്ത് ബീം ചെയ്യാൻ നേരത്ത് നമ്മൾ ഈ സ്പാന്, ആ സപ്പോർട്ട് മുതൽ ഈ സപ്പോർട്ട് വരെയുള്ള ആ ഡിസ്റ്റൻസിനാണ് നമ്മൾ സ്പാൻ എന്ന് പറയുന്നത്. അതിനെ L/3, ആ സ്പാനിൻ്റെ 6 മീറ്റർ ആണെങ്കിൽ അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 2 മീറ്റർ. ഇപ്പം ആദ്യത്തെ 2 മീറ്റർ, രണ്ടാമത്തെ 2 മീറ്റർ, മൂന്നാമത്തെ 2 മീറ്റർ. അപ്പോൾ അങ്ങനത്തെ 3 ആയിട്ട് തിരിച്ചിട്ട് ഈ നടുക്കത്തെ പോർഷൻ അതിൽ വേണം ബോട്ടത്തിൽ ഏറ്റവും കൂടുതൽ കമ്പിയുടെ എക്സ്ട്രാ ബാർസ് കൊടുക്കുകയാണെങ്കിൽ ഈ നടുക്കത്തെ പോർഷനിൽ ബോട്ടത്തിലും 2 സൈഡിലും ടോപ്പിലും വേണം നമ്മൾ എക്സ്ട്രാ ബാർസ് കൊടുക്കാൻ. എങ്കിൽ മാത്രമേ ബാർ കൊടുക്കുന്നതിനുള്ള പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. മാത്രമല്ല, പക്ഷേ ഈ നടുക്കത്തെ പോർഷനിൽ സ്റ്റിറപ്പ് നമുക്ക് അകലം കുറച്ച് കൂട്ടിയിടാം. പക്ഷേ ഈ 2 സപ്പോർട്ടിലും സ്റ്റിറപ്പ് അടുപ്പിച്ചിടണം. കാരണം ഷീർ ഉണ്ടാവും, അവിടെ നിന്ന് ഒരു വലിവ് ഉണ്ടാകാൻ നേരത്ത് ബാറ് വിട്ടുപോകാൻ സാധ്യത ഉണ്ടാകും. അപ്പോൾ അത് കാരണം സ്റ്റിറപ്പിൻ്റെ സ്പേസിങ് ഈ 2 എൻഡിലും വളരെ കുറവായിട്ടും നടുക്കത്തെ പോർഷനിൽ കുറച്ച് 18 സെൻറ്റിമീറ്റർ നടുക്ക് കൊടുക്കാം, 15 സെൻറ്റിമീറ്റർ വേണം നമ്മുടെ ഈ 2 സപ്പോർട്ടിൽ കൊടുക്കാൻ. ഇങ്ങനെ വേണം പ്രോപ്പറായിട്ട് കമ്പിയുടെ വർക്ക് ചെയ്യാനായിട്ട്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇതൊരു അഴയാണെങ്കിൽ, തുണി വിരിക്കുന്ന അഴയാണെങ്കിൽ നമ്മൾ നടുക്ക് കൊണ്ട് ഒരു തുണി വിരിക്കാൻ നേരത്ത് അഴ താഴുന്നത് പോലെ തന്നെ നമ്മുടെ ബീമും ഡിഫ്ലക്ഷൻ ഉണ്ടാവും. അങ്ങനെ ഡിഫ്ലക്ഷൻ ഉണ്ടാകാൻ നേരത്ത് ഈ 2 എൻഡിൽ നിന്നും ഒരു വലിവുണ്ടാവും. ഈ വലിവിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹുക്ക് ചെയ്യുന്നതും അതുപോലെ തന്നെ സിറപ്സുകൾ 2 എൻഡിൽ നമ്മൾ കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്നതും. മാത്രമല്ല, മസ്റ്റായിട്ടും കവറിംഗ് ബ്ലോക്ക്, ഇതുപോലെ കവറിംഗ് ബ്ലോക്ക് കൊടുത്ത് എപ്പോഴും നമ്മുടെ കമ്പിക്ക് ബോട്ടവുമായിട്ട് നല്ലൊരു ഗ്യാപ്പ് ഉണ്ടാകണം. എങ്കിൽ മാത്രമേ കമ്പി തുരുപ്പിക്കാതിരിക്കാനും നമുക്ക് പ്രോപ്പറായിട്ട് കോൺക്രീറ്റ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റത്തുള്ളൂ. ഞാൻ ഈ ഫോട്ടോയിൽ കാണിച്ച ആ വീട്ടുകാരനും മുടക്കുന്ന പൈസ സെയിം തന്നെയാണ്, ഞങ്ങൾ ഈ പ്രൊജക്റ്റ് മുടക്കുന്ന പൈസയും സെയിം തന്നെയാണ്. പക്ഷേ അതേ സെയിം പൈസ മുടക്കിയിട്ട് നമ്മുടെ പ്രൊജക്റ്റിൽ കിട്ടുന്ന ഗുണങ്ങൾ ആ കൂട്ടുകാരന് കിട്ടാതെ പോകുന്നു. ഇത് നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് പറ്റുന്നതാണ്. സോ ഇത്തരം വിവരങ്ങൾക്ക് ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക, ഞങ്ങൾക്ക് DM ചെയ്യുക.